ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതേ പ്രിയപ്പെട്ടവർ, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി, വിടുതൽ നൽകുന്ന, വിമോചനം നൽകുന്ന, സൗഖ്യം പകരുന്ന ദൈവത്തിൻ്റെ അത്യുന്നതമായ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈ ഗാനത്തിൻ്റെ ഇരടികളിലൂടെ വീണ്ടും കടന്നുപോയി ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്, സർവശക്തൻ കൂടെയുണ്ട്. ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക നിറയണമേ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക നിറയണമേ. ജോസഫിൽ നിറഞ്ഞ അത്ഭുതകരമായ ശക്തി, പ്രതിസന്ധികളിൽ പതറിപ്പോകാത്ത അത്ഭുതകരമായ ശക്തി ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യും. വീണ്ടും നമുക്ക് കരങ്ങളടിച്ച് ശക്തിയോടെ ആരാധിക്കാം, വിളിച്ച് പ്രാർത്ഥിക്കാം, റൂഹായെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇരുവശങ്ങളിലും കരങ്ങളടിച്ച്. യോസേഫിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. യോസേഫിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. അശുദ്ധിതൻ മുന്നിൽ പിൻവത നടുവിൽ വിശുദ്ധിയ നിറഞ്ഞൊരു ആത്മശക്തി. അശുദ്ധിതൻ മുന്നിൽ പിൻവത നടുവിൽ വിശുദ്ധിയ നിറഞ്ഞൊരു ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക
അഭിഷേകമായി നിറഞ്ഞിടട്ടെ. സഹനത്തിൻ നടുവിൽ മരണത്തിൻ മുൻപിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി. സഹനത്തിൻ നടുവിൽ മരണത്തിൻ മുൻപിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ ഉന്നത ശക്തിയാൽ സഹായക ഞങ്ങളിൽ നിറയണമേ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവം ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്, സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവം ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഒരു നിമിഷം കണ്ണുകളടച്ച് ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയെ എന്നിൽ വന്ന് നിറയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തിപ്പിനായിട്ട് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ വഴിമുട്ടിയ ജീവിത സാഹചര്യത്തിലായിരിക്കാം നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നമ്മൾ എല്ലാ അധ്വാനവും പ്രയോഗിച്ചു നോക്കി, പക്ഷേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നില്ല. ദൈവം നമുക്ക് സഹായകനായി നൽകിയ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകും. ഈ നിമിഷങ്ങളിൽ തീവ്രമായി ദാഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് തുറന്നു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്താം. അതുപോലെ നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിറയണമേ, പ്രകാശമായി വന്ന് നിറയണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അന്ധകാരത്തിൻ്റെ മേഖലകളെയും അവിടുന്ന് ഇല്ലാതാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഉയർത്തി സ്വതന്ത്രമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിത പങ്കാളികളെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവിടുന്ന് ഈ രാത്രിയിൽ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രകാശമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട് കടന്നു വരണമേ. കർത്താവ്, ഞങ്ങളുടെ ദുഃഖത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും കടന്നു വരണമേ. അങ്ങേക്ക് മാത്രം നൽകുവാൻ സാധിക്കുന്ന ആത്മീയ ആനന്ദത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ
വിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുവാൻ, വലിയ ശക്തിയോടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കൃപ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി സകല അപേക്ഷിക്കണമേ. മോക്ഷവാസികളെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഹെൻറി ഫോർഡിനെ കുറിച്ചും ഫോർഡ് കമ്പനിയെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫോർഡ് കാറുകൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് ഹെൻറി ഫോർഡ്. 20-ാം നൂറ്റാണ്ടിനെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളാണ് ഹെൻറി ഫോർഡ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന? അദ്ദേഹത്തിൻ്റെ ഈ കമ്പനി സ്ഥാപിക്കുന്നതിന് മുമ്പ് കാറുകൾ വളരെ സമ്പന്നന്മാർ മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങളായിരുന്നു. എന്നാൽ ഹെൻറി ഫോർഡ് തൻ്റെ കമ്പനി സ്ഥാപിച്ചു. ആ കമ്പനിയിൽ കാറുകളുടെ മാസ് പ്രൊഡക്ഷൻ, വലിയ തോതിൽ കാറുകൾ ഉൽപ്പാദനം ആരംഭിച്ചു. അങ്ങനെ സാധാരണക്കാരന് കാറുകൾ ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 1863 അമേരിക്കയിലെ മിഷിഗൺ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കൃഷിക്കാരനായിരുന്നു. എന്നാൽ ഹെൻറിക്ക് കൃഷിയിലായിരുന്നില്ല താല്പര്യം. അവൻ്റെ താല്പര്യം വലുതും ചെറുതുമായ സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്നതിലായിരുന്നു. ഉദാഹരണമായിട്ട് 15 വയസ്സുള്ളപ്പോൾ അവന് ഒരാൾ ഒരു വാച്ച് സമ്മാനിച്ചു. സാധാരണ കുട്ടികൾ വാച്ച് കിട്ടിയാൽ അത് വളരെ സന്തോഷത്തോടെ കയ്യിൽ ആദ്യം കെട്ടി നോക്കും, അതാ ചെയ്ത്. പക്ഷേ ഇവനതല്ല ചെയ്ത്, ആ വാച്ച് അഴിച്ച് അതിൻ്റെ പാർട്ടുകളൊക്കെ അങ്ങ് ആദ്യം തിരിച്ചു വെച്ചു. പിന്നെ വീണ്ടും അത് അസംബിൾ ചെയ്തു. ഇതായിരുന്നു അവൻ്റെ ഒരു വലിയ വിനോദം. അവൻ്റെ അയൽപക്കത്തുള്ളവർ വാച്ചുകളും ടൈം പീസുകളുമൊക്കെ നന്നാക്കുവാനായിട്ട് ഇവൻ്റെ അടുത്ത് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഇവൻ നല്ലൊരു മെക്കാനിക്കായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവൻ ഈ ഹെൻറി ഫോർഡ് ഫോർഡ് മോട്ടോർ കമ്പനി അദ്ദേഹത്തിൻ്റെ സ്വന്തം പരിശ്രമത്താൽ സ്ഥാപിച്ചു. നമുക്കിവിടെ ഒരു വലിയൊരു പാഠം പഠിക്കുവാനുണ്ട്. മക്കൾക്ക് അവരുടേതായിട്ടുള്ള അഭിരുചികൾ, ടാലൻസ് ദൈവം നൽകിയിട്ടുണ്ട്. ആ അഭിരുചികൾ മാതാപിതാക്കൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് മക്കൾ ദൈവത്തിനും ലോകത്തിനും അനുഗ്രഹമായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹെൻറി ഫോർഡിൻ്റെ അപ്പം പറയുകയാണ്, നീ വേറെ ഒരു പണിക്കും പോകരുത്. ഈ സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്നത് കൊണ്ട് വലിയ പണമൊന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല. നീ എൻ്റെ കൃഷിസ്ഥലത്ത് സഹായിച്ചാൽ മതി എന്ന നിർബന്ധം പിടിക്കുകയായിരുന്നു എങ്കിൽ അവനൊരു കൃഷിക്കാരനായി ജീവിതം അവസാനിക്കുമായിരുന്നു. ഒരിക്കലും പ്രസിദ്ധനായിട്ടുള്ള കാറ് നിർമ്മിതാവായിട്ട് ഈ ഹെൻറി ഫോർഡ് മാറുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം 1909 മോഡൽ ടി എന്ന ഒരു കാറ് നിർമ്മിച്ചു, ഈ ഫോർഡ് മോട്ടോർ കമ്പനി. ഇത് വളരെ വലിയൊരു വിജയമായി തീർന്നു. 19 വർഷങ്ങൾ കൊണ്ട് ഈ കാറ്, ഈ മോഡൽ ടി കാറ് 1.5 കോടിയിലധികം ലോകമെമ്പാടും വിറ്റഴിഞ്ഞു. അത്രമാത്രം വലിയൊരു സക്സസ് ആയി തീർന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം ഇദ്ദേഹം കാറിൽ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് കാറ് ഓടിക്കുന്നത്. അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ഒരു കാറ് നടു റോഡിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നു. നോക്കുമ്പോൾ അത്
ഫോർഡ് കമ്പനി നിർമ്മിച്ച മോഡൽ ടി കാറാണ്. അദ്ദേഹം ഈ ഹെൻറി ഫോർഡ് ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഇദ്ദേഹം ആ സൈഡിൽ വണ്ടി നിർത്തി ഈ കാറിൻ്റെ ഉടമ ചെയ്യുന്നത് എന്താണെന്ന് നിരീക്ഷിക്കുക. ഇയാളുടെ പഠിച്ച പണി 18 നോക്കി, പക്ഷെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഇയാൾ ആകപ്പാടെ ദുഃഖിതന് നിരാശനായിരിക്കുകയാണ്. അപ്പോൾ ഹെൻറി ഫോർഡ് പുറത്തിറങ്ങി ഈ ഉടമയോട് കാറിൻ്റെ താക്കോല് വാങ്ങി എൻജിൻ തുറന്ന് അതിൻ്റെ ബോണറ്റ് തുറന്ന് എൻജിൻ പരിശോധിച്ചു. ഒരു സ്പാനർ എടുത്ത് ഈ എൻജിൻ്റെ അവിടെയും ഇവിടെയും 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചു. എന്നിട്ട് ഈ ഉടമസ്ഥനോട് പറഞ്ഞു, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അത്ഭുതം എന്ന് പറയട്ടെ, ഉടൻ തന്നെ ഈ കാറ് സ്റ്റാർട്ടായി. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു ആത്മീയ പാഠം ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹെൻറി ഫോർഡിന് വളരെ പെട്ടെന്ന് ഈ കാറ് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട്, അതിൻ്റെ കുറവെന്താണ് എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചത്? ഈ കാറ് നിർമ്മിച്ചത് അദ്ദേഹമായിരുന്നു, നിർമ്മിതാവ് അദ്ദേഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ജീവിതമാകുന്ന വണ്ടി പലപ്പോഴും ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ട്. നമ്മുടെ ജീവിതമാകുന്ന വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ നമ്മൾ ഇത് പരിഹരിക്കുവാൻ വേണ്ടി ഈ ജീവിതത്തിൻ്റെ നിർമ്മിതാവിനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്, വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉദാഹരണമായിട്ട്, വിവാഹം കഴിഞ്ഞു, അനേക വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും ചികിത്സ ചെയ്തിട്ടും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. ഒരു പ്രതിസന്ധിയാണ്. പക്ഷേ ഈ അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കുവാനും കുഞ്ഞിനെ നൽകുവാനും സാധിക്കും. അനേക സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി 2 വർഷങ്ങളായിട്ടും കുഞ്ഞ് സംസാരിക്കുന്നില്ല. പല ഡോക്ടർമാരെയും കാണിച്ചു, ഒരു മാറ്റവുമില്ല. ഈ നിസ്സഹായാവസ്ഥയിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി ഈ കുഞ്ഞിന് സംസാരശേഷി നൽകുവാൻ ആർക്ക് സാധിക്കും? നിർമ്മിതാവിന് സാധിക്കും. അദ്ദേഹത്തിന് വളരെ എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കും നിങ്ങൾ. ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കെണി, അത് കൊടുത്തു തീർക്കുവാൻ പറ്റുന്നില്ല, ആരും സഹായിക്കുവാനില്ല. പക്ഷേ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരാളുണ്ട്. ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി സഹായത്തിനായി നിലവിളിച്ചാൽ വളരെ പെട്ടെന്ന് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയില്ല. പണ്ട് വലിയ സ്നേഹമായിരുന്നു, ഇപ്പോൾ രണ്ടുപേരും രണ്ടായിട്ടാണ് മനസ്സുകൊണ്ട് ജീവിക്കുന്നത്. ഒരു സൈക്കോളജിസ്റ്റിനും ഇവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തുവാൻ സാധിക്കുകയില്ല. വണ്ടി, കുടുംബജീവിതമാകുന്ന വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് നടുറോഡിൽ കിടക്കുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യരായി തീർന്നിരിക്കുകയാണ് ഈ ദമ്പതികൾ. ഇവിടെ ഇവരെന്ത് ചെയ്യണം? ഇവരെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. ധ്യാനം കൂടുവാൻ തയ്യാറാകണം, ജീവിതത്തെ മാറ്റുവാൻ തയ്യാറാകണം. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അവരുടെ കുടുംബജീവിതത്തെ റിപ്പയർ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 34-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇപ്രകാരം പറയുന്നത്. 34-ാം സങ്കീർത്തനം 6-ാം വാക്യം നിങ്ങളത് മനസ്സിലൊന്ന് കുറിച്ച് വെച്ചേക്കണം. 34-ാം സങ്കീർത്തനം 6-ാം വാക്യം. ഈ എളിയവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആരാണ് പ്രാർത്ഥിക്കുന്നത്? എളിയവൻ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ അഹങ്കാരത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ്റെ പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കുകയില്ല. ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തിക്കൊണ്ട്, ദൈവമേ, ഞാൻ മഹാപാപിയാണ്, അങ്ങയോട് പ്രാർത്ഥിക്കുവാനുള്ള യോഗ്യത എനിക്ക് ഇല്ല, എന്നെ സഹായിക്കുവാനായിട്ട് മറ്റാരുമില്ല എന്ന ബോധ്യത്തോടെ
ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് 34 സങ്കീർത്തനം 6 വാക്യം പറയുന്നത്. അടുത്ത സെന്റൻസ് ഇതാണ്, കർത്താവ് കേട്ടു. ആര് വിളിക്കുമ്പോഴാണ് കർത്താവ് കേൾക്കുന്നത്? എളിയവൻ എവിടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം പറയുകയാണ്, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ കർത്താവ് രക്ഷിച്ചു. അവന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ മുമ്പിൽ നേരത്തെ പറഞ്ഞ പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ദൈവം അവനെ രക്ഷിച്ചു എന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥ വചനം നമ്മളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആത്മീയമായിട്ട് വണ്ടി അങ്ങ് ബ്രേക്ക് ഡൗൺ ആകുക എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നല്ല ദൈവാനുഭവമായിരുന്നു, ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ അനുഭവമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു. ജീവിതത്തിൽ ഒരു ആത്മീയ സന്തോഷമില്ല. ഈ അവസ്ഥയാണ് ആത്മീയ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിലാണ് ആത്മീയമായി ബ്രേക്ക് ഡൗൺ ആകുന്ന 2 വണ്ടികളെ നമ്മളവിടെ കാണുന്നു. അവർ എമ്മാവൂസിലേക്ക് പോവുകയാണ്. തകർന്നിരുന്നത് കൊണ്ട്, ജീവിതം തകർന്നത് കൊണ്ട്, ആത്മീയ ജീവിതം തകർന്നത് കൊണ്ട് അവർ ജെറുസലേമിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? എമ്മാവൂസിലേക്ക് പോകുന്നു. വളരെ ദുഃഖിതരും നിരാശരുമാണ് അവർ. എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു ചിന്തയാണ് ആത്മീയമായുള്ള ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ ചിന്ത. ഇനി പ്രത്യാശയില്ല എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇവരുടെ കൂടെ ആര് നടക്കുന്നുണ്ട്? യേശു നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ നിരാശരായി നടക്കുമ്പോഴും സങ്കടപ്പെട്ട് നടക്കുമ്പോഴും പ്രത്യാശയില്ലാതെ ജീവിക്കുമ്പോഴും ആര് കൂടെയുണ്ട്? യേശു നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പ്രശ്നം എന്താണ്? യേശുവിനെ കാണുവാനായിട്ട് കണ്ണുകൾക്ക് കാഴ്ചശക്തിയില്ല. അതാണ് ആത്മീയമായിട്ടുള്ള ബ്രേക്ക് ഡൗണിൻ്റെ ഒരു പ്രത്യേകത. കർത്താവ് കൂടെയുണ്ട് എങ്കിലും കർത്താവിനെ കാണുവാൻ പറ്റാത്ത രീതിയിൽ കണ്ണുകൾ ഇങ്ങനെ മൂടപ്പെട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രത്യേകത, ഇവര് മ്ലാനവദനരായിരുന്നു. ഒരു ദുഃഖഭാവമാണ്. ആത്മീയമായിട്ട് തകർന്നവരുടെ 2 പ്രത്യേകതകളാണിത്. ഒന്ന്, അവർക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല. 2, എപ്പോഴും ദുഃഖവും നിരാശയും പരാതിയും പിറുപിറുപ്പുമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആത്മീയമായി വിജയം നേടിയവരുടെ, ആത്മീയമായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ സാഹചര്യത്തിലും ആരെ കാണാൻ പറ്റും? ദൈവത്തെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളപ്പോൾ ദൈവത്തെ കാണുന്നു, അതേപോലെ തന്നെ വലിയ തകർച്ചയുള്ളപ്പോഴും ആരെ കാണുന്നു? ദൈവത്തെ കാണുന്നവനാണ് ആത്മീയമായിട്ട് വിജയിച്ചു നിൽക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മീയമായിട്ട് വിജയിച്ചു നിൽക്കുന്നവന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? അവൻ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് പറ്റും. ജീവിതത്തിൽ എത്ര വലിയ തകർച്ചയുണ്ടായാലും അവൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല, അവനൊരിക്കലും ദുഃഖഭാവം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ദുഃഖിതരായി ദൈവത്തെ കാണുവാൻ പറ്റാതെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ കൂടെ നടന്ന് അവരോട് ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ഇത്രമാത്രം ദുഃഖിതരായി കാണപ്പെടുന്നത്? അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. ഈ നാട്ടിൽ എങ്ങും ഉള്ളവനല്ലേ, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നിനക്ക് അറിഞ്ഞുകൂടെ? യേശു എന്ന് വലിയൊരു പ്രവാചകനുണ്ടായിരുന്നു, ഇസ്രയേലിനെ രക്ഷിക്കുവാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്താ പറഞ്ഞത്? ഇവനാണ് മിശിഹ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ പ്രതീക്ഷിക്കുന്നുണ്ടോ?
അവരുടെ പ്രതീക്ഷ മുഴുവനും പോയി. കുരിശുമരണം വന്നപ്പോൾ ഇവരുടെ പ്രതീക്ഷ മുഴുവനും അസ്തമിച്ചു. അങ്ങനെ പ്രതീക്ഷയില്ലാത്തവരായിട്ട് അവർ പോവുകയാണ്. ഇപ്പോൾ പ്രതീക്ഷയില്ല, യേശുവിലുള്ള പ്രതീക്ഷയില്ല. യേശു രക്ഷകനാണെന്നുള്ള ആ പ്രത്യാശ നഷ്ടപ്പെട്ടവനാണ് ആര്? ആത്മീയമായി വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈശോ അവരെ ശാസിക്കുന്നുണ്ട്. പോഷന്മാരെ, വിഡ്ഢികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാസിച്ച് പഴയ നിയമത്തില് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ നടന്ന് സന്ധ്യയായി ഇവരുടെ വീടിനടുത്തെത്തി. പക്ഷേ യേശു യാത്ര തുടരുകയാണ് എന്ന് ഭാവിച്ചു എന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്. അതെന്തുകൊണ്ടാ യേശു യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചത്? ഇവർ വിളിക്കുവോ ഇല്ലയോ എന്ന് നോക്കട്ടെ എന്നാണ് യേശുവിൻ്റെ നിലപാട്. വിളിച്ചാൽ ഇവരുടെ കൂടെ പോകണമെന്ന് യേശു തീരുമാനിച്ചിട്ടുണ്ട്. വിളിച്ചില്ലെങ്കിൽ പോവുകയും വേണ്ട. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ വളരെയധികം വിലമതിക്കുന്ന ഒരു ദൈവമാണ് യേശു. നിർബന്ധിച്ച് ഒരിക്കലും നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കുകയില്ല. അപ്പൊ യേശു കാത്തിരിക്കുകയാണ് നിന്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് വിളിക്കുവാനായിട്ട്, നിന്റെ പ്രശ്നങ്ങളിലേക്ക് വിളിക്കുവാനായിട്ട്. യേശുവേ കടന്നു വരണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ, എന്നെ രക്ഷിക്കണമേ എന്ന ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതിനുവേണ്ടി യേശു ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്നപ്പോൾ ഇവര് പറഞ്ഞു, ഇതാ വൈകുന്നേരമായി, രാത്രിയായി, നീ ഒരു അപരിചിതനാണ്, ഞങ്ങളുടെ കൂടെ താമസിക്കുക, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. അവര് ക്ഷണിച്ചു. യേശു അവരുടെ ഭവനത്തിലേക്ക് ചെന്നു, അവരോടുകൂടെ അത്താഴം കഴിച്ചു. ആ സമയത്ത് യേശു അപ്പമെടുത്ത് ഉയർത്തി ആശീർവദിച്ചപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണത്? അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, ആരാണ് കൂടെ നടന്നത്? ആരാണ്? യേശുവാണ് കൂടെ നടന്നത്, രക്ഷകനാണ് കൂടെ നടന്നത്. യേശുവിനെ കാണുവാനായിട്ട് സാധിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന അന്ധകാരം മുഴുവനും അങ്ങ് മാറി. യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് ആ ഹൃദയം അങ്ങ് ജ്വലിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ആ രാത്രിയായി ആ രാത്രി തന്നെ അവര് അവരുടെ വീട്ടിൽ നിന്ന് തിരിച്ചു നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര വലിയ അപകടമുണ്ടെങ്കിലും പ്രശ്നമില്ല. കാരണം എന്താ? യേശു കൂടെയുണ്ട് എന്നൊരു ബോധ്യം കിട്ടിയാൽ നമുക്ക് പിന്നെ ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. ആരാ ഭയമുള്ളവനാരാ? ദൈവം കൂടെയില്ല എന്ന് ചിന്തിക്കുന്നവനാണ് എപ്പോഴും ഭയപ്പെടുന്നവൻ. ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമുള്ളവൻ, യേശുവിനെ കാണുന്ന ഒരു വ്യക്തിക്ക് ഒരു സാഹചര്യത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ തിരമാലകള്, എത്ര വലിയ ആന, കൊമ്പനാന ഇങ്ങനെ നിന്നെ കുത്താൻ വേണ്ടി പാഞ്ഞെടുക്കുമ്പോഴും യേശുവിന്റെ ശക്തി നിന്റെ മനസ്സിലുണ്ട് എങ്കിൽ നീ ഒരിക്കലും ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത് 18-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 18-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം പ്രകാരം പറയുന്നു, എന്റെ ദൈവമായ കർത്താവ് എന്റെ ദീപം കൊളുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ദൈവമായ കർത്താവ് എന്റെ ദീപം കൊളുത്തുന്നു, അവിടുന്ന് എന്റെ അന്ധകാരം മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജീവിതത്തിൽ ഉണ്ടാകുന്ന അന്ധകാരങ്ങളെ മാറ്റുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിലെ വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നത് അത് ദൈവത്തിന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ ഈ വലിയൊരു ബോധ്യത്തിലേക്ക് കടന്നു വരണം. എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ആ ഇരുട്ടിനെയൊക്കെ മാറ്റുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നിർമ്മിതാവിന്റെ പക്കലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി, മനസ്സുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്
കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയായിരിക്കാം. പല സാഹചര്യത്തിലുള്ള നിസ്സഹായാവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മക്കളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, വഴിതെറ്റിയ മക്കൾ അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ, അവരെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ടാകാം. സാമ്പത്തികമായ പ്രതിസന്ധി അതിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. മക്കളുടെ പഠനത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവരുണ്ടാകാം. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്ന ദമ്പതികൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. കുഞ്ഞുങ്ങളുണ്ടായിട്ടും പലതരത്തിലുള്ള രോഗങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നു, ചികിത്സിച്ചിട്ട് ഭേദമാകുന്നില്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടാകാം. ആത്മീയമായ രീതിയിൽ വലിയൊരു വരൾച്ച, ആത്മീയ അനുഭവം നഷ്ടപ്പെട്ട അവസ്ഥ, നമ്മുടെ ഈ ജീവിതത്തിൻ്റെ എല്ലാ തകർന്ന അവസ്ഥയിലേക്കും നമുക്ക് കർത്താവിനെ ക്ഷണിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വലിയ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ് എന്ന് നമുക്ക് ഈ രാത്രിയിൽ ഓർക്കാം. നമ്മളൊന്ന് വിളിച്ചാൽ മതി, കർത്താവേ എൻ്റെ കൂടെ വസിക്കണമേ, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ കുടുംബത്തിൽ വസിക്കണമേ. ഹൃദയത്തിൽ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. നാഥാ, കൂടെ വസിക്കണമേ, ഒരിക്കലും ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങൾക്ക് മറ്റൊരു പ്രത്യാശയില്ല. നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക്, സർവശക്തനായ ദൈവത്തിൻ്റെ പക്കലേക്ക് ജീവിതത്തിൻ്റെ സകല തകർന്ന അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ പ്രത്യാശയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ട് ഇരുകരങ്ങളെയും ഉയർത്തി ഏതാനും നിമിഷങ്ങൾ സ്വതന്ത്രമായി സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയില് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു ചെന്നതുപോലെ ഈ മക്കളുടെ ഭവനങ്ങളിലേക്ക് രാത്രിയിൽ അവിടുന്ന് കടന്നു ചെല്ലണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ നാഥനായി അവിടുന്ന് വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ അന്ധകാരവും അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളികളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ വസിക്കണമേ നാഥാ, കൂടെ വസിക്കണമേ നാഥാ, കൂടെ വസിക്കണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നാഥാ, കൂടെ വസിക്കണമേ. ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നാഥാ, കൂടെ വസിക്കണമേ നാഥാ, കൂടെ വസിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഈശോയെ ക്ഷണിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേഫ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. വലതുകരത്തെ സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.